ലോകമെമ്പാടുമുള്ള മലയാള സിനിമാ പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ദിവസമാണ് മാർച്ച് 27. യെസ്, ദ ഡെവിൾ ഈസ് കമ്മിങ്. മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ലാലേട്ടൻ ചലച്ചിത്രം എമ്പുരാൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന ആ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ സിനിമാ ഗ്രൂപ്പുകളും അതുപോലെ തന്നെ വളരെയധികം ലവോടുകൂടി സിനിമയെ സമീപിക്കുന്ന പ്രേക്ഷകർക്കിടയിലും അക്കാഡമിക്കലി സിനിമയെ സമീപിക്കുന്ന പ്രേക്ഷകർക്കിടയിലുമൊക്കെ ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ അലയൊളി തീർത്തുകൊണ്ടിരിക്കുന്ന സിനിമയുമായി ബന്ധപ്പെട്ട കുറച്ച് ടെക്നിക്കൽ ടേംസ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ കട്ട്സ്. ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് 4 ടോപ്പിക്കുകളെ കുറിച്ചാണ്. ഒന്നാമത്തേത് ആസ്പെക്ട് റേഷ്യോ, രണ്ടാമത്തേത് അനാമോർഫിക് ലെൻസ്, 3 എന്തുകൊണ്ടാണ് പൃഥ്വിരാജ് അനാമോർഫിക് ലെൻസസ് ഉപയോഗിച്ച് എമ്പുരാൻ ഷൂട്ട് ചെയ്തത്, 4 എന്താണ് ട്രൂ ഐമാക്സ് ആൻഡ് ലൈമാക്സ്. ഈ 4 ടെക്നിക്കൽ ടേംസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ കൂടി വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. ആസ്പെക്ട് റേഷ്യോ, സിമ്പിൾ ടേംസിൽ ആസ്പെക്ട് റേഷ്യോ എന്നതിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ പറയുകയാണ്. നമ്മൾ സ്ക്രീനിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ആ വീഡിയോയുടെയോ അല്ലെങ്കിൽ ഇമേജിന്റെയോ വിഡ്ത്തും അതുപോലെ തന്നെ ഹൈറ്റും തമ്മിലുള്ള അനുപാതത്തിനെയാണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ആസ്പെക്ട് റേഷ്യോസും അവൈലബിൾ ആണ്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ 4:3, 16:9, 2.8:1 എന്നിങ്ങനെ. അതിൽ നമ്മൾ പണ്ട് കണ്ട് വരുന്ന സിനിമകളിലുള്ള ആസ്പെക്ട് റേഷ്യോ ആണ് 4:3. അത് സിനിമയിൽ അല്ലെങ്കിൽ നമ്മൾ ടെലിവിഷനിൽ കാണുന്ന സമയത്ത് നമുക്കൊരു ബോക്സ് ടൈപ്പ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. അതിന്റെ ആ ഇമേജിന്റെ വിഡ്ത്ത് വരുന്നത് 4 ആണെങ്കിൽ ഇമേജിന്റെ ഹൈറ്റ് വരുന്നത് 3 ആണ്. അപ്പൊ നമ്മളത് ടി വിയിൽ കാണുന്ന സമയത്ത് ഒരു ബോക്സ് ഷേപ്പിൽ ഇമേജസ് പ്ലേ ചെയ്യുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ആസ്പെക്ട് റേഷ്യോ ആണ് 16:9. 16:9 ആണ് ഇപ്പോൾ വളരെ കോമൺലി സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിച്ച് കൊണ്ടുവരുന്ന ആസ്പെക്ട് റേഷ്യോ. നമ്മുടെ മൊബൈൽ ഫോണുകളിലും അതുപോലെ തന്നെ ഇന്നിറങ്ങുന്ന ടി വിയിലും മറ്റുമെല്ലാം കണ്ടുവരുന്ന ആസ്പെക്ട് റേഷ്യോ ആണ് 16:9. ഈ 16:9ന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നാൽ ഏതൊരു ആസ്പെക്ട് റേഷ്യോ വളരെ ഈസി ആയിട്ട് ഇമേജസ് മുകളിലും താഴെയോ അല്ലെങ്കിൽ ലെഫ്റ്റോ റൈറ്റ് കട്ട് ആവാതെ അത് ട്രിം ചെയ്ത് പോവാത്ത രീതിയിൽ 16:9 നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് 4:3 റേഷ്യോയിൽ ഉള്ള ഒരു സ്ക്രീനിൽ നമ്മൾ 16:9 റേഷ്യോയിൽ ഷൂട്ട് ചെയ്ത ഒരു ഇമേജസ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു വശം ട്രിം ചെയ്ത് പോകുന്നത് പോലെ തോന്നാം. നേരെ മറിച്ച് 16:9 നമ്മൾ 4:3 ഷൂട്ട് ചെയ്ത ഇമേജസ് പ്ലേസ് ആകുമ്പോൾ വെൽ ഫിറ്റഡ് ആയിട്ട് വിത്തൗട്ട് എനി ട്രിമ്മിങ് നമുക്ക് ആ വിഷ്വൽ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ആസ്പെക്ട് റേഷ്യോ എന്നുള്ള ഈ ഒരു എലമെന്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നാൽ ഹയർ ദ റേഷ്യോ മോർ ദ വിഡ്ത്ത് ഓഫ് ദ സ്ക്രീൻ. അതായത് ലാറ്ററലി ഇടത്തോട്ടും വലത്തോട്ടും മോർ എമൗണ്ട് ഓഫ് വിഷ്വൽ ക്യാപ്ചർ ചെയ്യാൻ ഹയർ ദ ആസ്പെക്ട് റേഷ്യോയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതായത് നോർമലി നമ്മൾ കണ്ണുകൊണ്ട് ഒരു ഒബ്ജക്റ്റിനെ നോക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിനെ മാത്രമല്ല നമ്മൾ കാണുന്നത്, ആ ഒബ്ജക്റ്റിന് ചുറ്റുപാടുമുള്ള ഒരു ഏരിയ കൂടി നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ ക്യാപ്ചർ ചെയ്തെടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു കണ്ണിന്റെ ഇടതുവശത്ത് ഓർ വലതുവശം എടുക്കുകയാണെങ്കിൽ ഒരു സൈഡിലോട്ട് 100 ഡിഗ്രി, അതുപോലെ തന്നെ ഒരു കണ്ണിന്റെ മുകളിലോട്ട് 60 ഡിഗ്രി, അതുപോലെ തന്നെ കണ്ണിന്റെ താഴോട്ട് 70 ഡിഗ്രി, ഇത്രയധികം ഏരിയ നമ്മൾ ഒബ്ജക്റ്റ് നോക്കുന്ന സമയത്ത് ആ ഏരിയയിലുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ വൈഡർ ദ ആസ്പെക്ട് റേഷ്യോയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത്തരം എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻസ് കളക്റ്റഡ് ആയിട്ട് സെൻസറിൽ ചെന്ന് പതിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി പൃഥ്വിരാജ് പറഞ്ഞ അനാമോർഫിക് ലെൻസസ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ സാധാരണ ഒരു ലെൻസ് വെച്ച് ഒരു സിനിമ, ഒരു 35mm സെൻസർ ഉള്ള ഒരു ക്യാമറയിൽ സാധാരണ ലെൻസ് വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സബ്ജക്റ്റിന്റെ വൈഡർ പോർഷൻസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റ് ഇപ്പൊ നടന്നു വരുന്ന ഒരാളെ കാണിക്കുന്ന സീൻ നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ നടന്നു വരുന്ന ഒബ്ജക്റ്റിന്റെ ഇടതുവശത്തുള്ളതും വലതുവശത്തുള്ളതുമായിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ലിമിറ്റഡ് എമൗണ്ട് ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അനാമോർഫിക് ലെൻസസിന്റെ പ്രത്യേകത എന്താണെന്നാൽ അതിൽ ലെൻസിന്റെ ഉള്ളിലുള്ള ഒരുപാട് പ്രിസ്മാറ്റിക് എലമെന്റ്സ് ഇത്തരത്തിൽ വളരെ വൈഡർ ആയിട്ടുള്ള ഒരു ഏരിയ ക്യാപ്ചർ ചെയ്ത് സെൻസറിലോട്ട് കംപ്രസ്ഡ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ നമ്മൾ 35mm സെൻസർ ഉള്ള ഒരു ക്യാമറയിൽ തന്നെ സാധാരണ ലെൻസ് ഉപയോഗിക്കുന്നതിന് പകരം അനാമോർഫിക് ലെൻസസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സബ്ജക്റ്റിന്റെ ഇടത്തോട്ടും വലത്തോട്ടുമുള്ള ഒരുപാട് ഏരിയ ഒരേ സമയം ക്യാപ്ചർ ചെയ്ത് സെൻസറിലേക്ക് എത്തിക്കാനും അത് പിന്നീട് പോസ്റ്റ് പ്രൊഡക്ഷന്റെ സമയത്ത് ആ കംപ്രസ് ചെയ്ത ഇമേജ് നമുക്ക് ഡ്രാഗ് ചെയ്ത് അല്ലെങ്കിൽ ഡീകംപ്രസ് ചെയ്ത് സ്ക്രീനിലോട്ട് വലിച്ച് വളരെയധികം നമ്മുടെ കണ്ണിനോട് സിമിലർ ആയിട്ടുള്ള ഒരു വിഷ്വൽ ഫീൽഡിലോട്ട് എത്തിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണം. ഇനി എന്തുകൊണ്ട് പൃഥ്വിരാജ് അനാമോർഫിക് ലെൻസസ്
എമ്പുരാൻ ഷൂട്ടിങ്ങിൽ ഉപയോഗിച്ചു എന്നുള്ളതിന് ഞാൻ മനസ്സിലാക്കിയ ഘടകം ആണ് പറയാൻ പോകുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ അതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു മൂവിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്വഭാവത്തിലുള്ള ഒരു സിനിമയുടെ വിഷ്വൽസ് എന്ന് പറയുന്നത് എപ്പോഴും ലാർജ് എമൗണ്ട് ഓഫ് ആളുകളെ കാണിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടീസിനെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ കാണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വളരെ മാസീവ് ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസസ് അത് പല പല ടെറൈൻസിലായിട്ട് കാണിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് ആ സിനിമയുടെ ഒരു ജൈജാൻറ്റിസ്, ആ സിനിമയുടെ ഒരു ബിഗ്നസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലുള്ള കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്ത് അതുപോലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ മാത്രമേ ആ സിനിമയുടെ ആ ഒരു മാസീവ്നെസ് കാണിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഒരു സാധാരണ ലെൻസ് വെച്ചാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത് എങ്കിൽ ഇപ്പൊ ലാലേട്ടൻ ഒരു ഗ്യാങ് ആയിട്ട് നടന്നു വരുന്ന സമയത്ത് ലാലേട്ടനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ക്ലോസപ്പിലാണെങ്കിൽ എന്തായാലും ഒരു ചെറിയ ഏരിയ കവർ ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മൾ മിഡ് ഓർ വൈഡ് ഷോട്ടിലോട്ട് പോകുന്ന സമയത്ത് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ആളുകൾ ലാലേട്ടന് കൂടെ നടന്നു വരുന്നതായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. നേരെ മറിച്ച് അനാമോർഫിക് ലെൻസസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വൈഡ് ഏരിയയിലുള്ള അത്രയും ജനക്കൂട്ടത്തിനൊക്കെ ഒരുമിച്ച് നമുക്ക് ഒരേ സമയം കാണുന്ന രീതിയിൽ അത്രയും മാസീവായിട്ടുള്ള ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ സീനിന്റെ ഇമ്പാക്ട് നേരിട്ട് കാണുന്നത് പോലെ ഒട്ടും ചോർന്നു പോവാതെ ഷൂട്ട് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അനാമോർഫിക് ലെൻസ് എമ്പുരാനിൽ പൃഥ്വിരാജ് ഉപയോഗിക്കാനുണ്ടായ സാഹചര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അടുത്തത് ട്രൂ ഐമാക്സ് ആൻഡ് ലൈമാക്സ്. ഐമാക്സ് എന്ന് പറയുന്ന ആ ടെർമിനോളജിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മറ്റൊന്നുമല്ല, ഇമേജ് മാക്സിമം. അതായത് മാക്സിമം ഇമേജ് ഒരേ സമയം ക്യാപ്ചർ ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ടെക്നോളജിയാണ് ഐമാക്സ്. ഐമാക്സിൽ ഉപയോഗിക്കുന്ന ഫിലിം എന്ന് പറയുന്നത് 70mm ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ നമ്മളൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന 35mm ഫിലിം അല്ല ഐമാക്സിൽ ഉപയോഗിക്കുന്നത്, 70mm ഫിലിമാണ്. അപ്പൊ അതിന്റെ ഒരു സർഫസ് ഏരിയ നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് 2 or 3 times 35mm ഫിലിം. അതായത് 35mm ഫിലിമിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ളതിനേക്കാൾ 2 or 3 ഇരട്ടി വിഷ്വൽസിന്റെ ആ ക്രിസ്പിനെസ്സും അതിന്റെ ഡീറ്റെയിൽസും ക്യാപ്ചർ ചെയ്യാൻ 70mm ഫിലിമുകൾ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിലെ വേറൊരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ 70mm ഫിലിമിൽ ഷൂട്ട് ചെയ്ത അതുകൊണ്ട് മാത്രം നമുക്ക് അത് അത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റില്ല. 70mm ഫിലിമിൽ ഷൂട്ട് ചെയ്ത ഇമേജസിന്റെ ആ ക്രിസ്പിനെസ്സും ആ ഡീറ്റെയിൽസും ആ ഡൈനാമിക് റേഞ്ചും നമുക്ക് പ്രേക്ഷകൻ എന്ന നിലയിൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തിയേറ്ററും അത്രത്തോളം വലിയ രീതിയിൽ എക്യുപ്ഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ 4K ഡുവൽ പ്രൊജക്ടറും അതുപോലെ തന്നെ സ്ക്രീനും അത്ര തന്നെ ജൈജാന്റിക് ആണെങ്കിൽ മാത്രമേ നമ്മൾ 17mm ഫിലിമിൽ ഷൂട്ട് ചെയ്ത ആ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള ആ ഒരു ബ്യൂട്ടി സിനിമ തിയേറ്ററിൽ ഇരുന്ന ഒരു പ്രേക്ഷകനെ അനുഭവിക്കാൻ കഴിയുള്ളൂ. അവിടെയാണ് ട്രൂ ഐമാക്സ് എന്നും ലൈമാക്സ് എന്നും ഉള്ള രണ്ട് ടെർമിനോളജിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് ട്രൂ ഐമാക്സ് എന്നാൽ ട്രൂലി 70mm ഫിലിമിൽ ഷൂട്ട് ചെയ്ത സിനിമകൾ 70mm ഉതകുന്ന തരത്തിലുള്ള ടോൾ ആൻഡ് വൈഡ് സ്ക്രീനിൽ ഡുവൽ 4K പ്രൊജക്ടർ വെച്ച് പ്രൊജക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു ട്രൂ ഐമാക്സ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഹൈദരാബാദിലെ പ്രസാദ് ഐമാക്സിലാണ്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ട്രൂ ഐമാക്സുകളുടെ എണ്ണം കുറവാണ്. ഇപ്പോൾ തിരുവനന്തപുരം എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ കൊച്ചി എടുക്കുകയാണെങ്കിലും അവിടെ ലൈമാക്സുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അത് ഐമാക്സ് എന്ന ആ ഒരു ലേബൽ വെച്ചിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് അവിടെ നടക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ സാധാരണ ഒരു തിയേറ്ററിൽ പോയി ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചുകൂടി വലിയൊരു രീതിയിൽ, കുറച്ചുകൂടി മാഗ്നിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ, കുറച്ചുകൂടി ഇമ്മേഴ്സീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ ട്രൂ ഐമാക്സ് ആണോ എന്നുള്ള ചോദ്യം ഒരു സംശയം തന്നെയാണ്. കാരണം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്രൊജക്ടേഴ്സ് 2K ആണ്. അത് 4K പ്രൊജക്ടറിലോട്ട് മാറിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഏകദേശം ഒരു 22 മീറ്റർ വിഡ്ത്തിലുള്ള സ്ക്രീൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്പെക്ട് റേഷ്യോ ദാറ്റ് ഈസ് 1.43:1 എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ സ്ക്രീനുകളുടെ വലുപ്പവും അത്രത്തോളം ആ ബ്യൂട്ടിയും നമുക്ക് പ്രേക്ഷക നിലയിൽ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണഗതിയിൽ 70mm ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമകൾ ഒപ്പിയെടുക്കുന്ന വിഷ്വൽസിന്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് 8K or 12K ഇമേജ് ക്വാളിറ്റിയിലാണ് അവ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പൊ അത് ക്യാപ്ചർ ചെയ്തിട്ട് അത്രത്തോളം ബ്യൂട്ടിയിൽ അത് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ടെക്നിക്കൽ സപ്പോർട്ടും ആ തിയേറ്ററുകാർ ഈ സിനിമകൾ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിൽ കൊടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏത് സയന്റിഫിക് അഡ്വാൻസ്മെന്റും ടെക്നിക്കൽ സപ്പോർട്ടും നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സിനിമയ്ക്ക് വേണ്ടത് നല്ല കഥ, നല്ല തിരക്കഥ, നല്ല ഡയറക്ഷൻ ആൻഡ് നല്ല ക്രൂ. ഇത് സമാസമം ഒത്തുചേർന്നാൽ നല്ല സിനിമയായി മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ലൂസിഫറിൽ സംഭവിച്ച പോലെ തന്നെ നല്ല ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമാറ്റിക് എക്സ്ട്രാ വാഗൻസ തന്നെയായി
എമ്പുരാൻ മാർച്ച് 27 മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.